ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. നമ്മളെ വീട്ടിൽ ഇന്ന് സൽക്കാരമാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ വ്ലോഗ് ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓരോ നമ്മളെ വീട്ടിലേക്ക് സൽക്കരിക്കുകയാണ് ഇന്ന്. അപ്പോൾ നമ്മളെ സൽക്കാരത്തിൻ്റെ മെനും പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് തരാം. ഞാനിപ്പോൾ എൻ്റെ മക്കളെയും കൊണ്ട് ഈ പെരുമഴത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഇന്ന് രാത്രിയാണ് കേട്ടോ വീട്ടിലെ സൽക്കാരം. ഞാൻ സാരക്കാൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ അമ്മ വരാൻ പറഞ്ഞതായിരുന്നു. വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ. സൽക്കാരത്തിനാണെങ്കിൽ മെനുവൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റംസുകളും താത്തിയും അനിയത്തിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് ഉച്ചയാകുമ്പോൾ തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ തന്നെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിന്ന് രാവിലെ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്ത് റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോണത്. ഉമ്മയാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വരാൻ ലേറ്റ് ആയാൽ പിന്നെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ വർത്താനമൊക്കെ ആയിട്ട് പിന്നെ ഉണ്ടാക്കൽ നമ്മളെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ലേറ്റ് ആവുമല്ലോ. ഉമ്മാക്കാന്നുണ്ടെങ്കിലൊക്കെ നേരത്തെ തന്നെ ആവും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിയണ പോലെ എന്തായാലും നേരത്തെ വരുമെന്നും പറഞ്ഞ് അങ്ങനെ എന്താ പറയുക ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ നല്ല പെരും മഴ. അപ്പോൾ അതാ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സൽക്കാരം പെരുന്നാളിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ താത്തയൊക്കെ ദുബായിൽ നിന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മൾ സൽക്കാരം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അളിയാക്കിയും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടാമെന്നും കൂടിയും വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ നമ്മൾ വന്നപ്പോഴത്തേന് ഇവിടെ എൻ്റെ ചെറിയ അനിയത്തിയും മോളൊക്കെ എത്തിയിട്ടുണ്ട്. ഉമ്മ ഇവിടെ ഉള്ളി തൊലിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മാൻ്റെ ഐറ്റം ബിരിയാണിയാണ് കേട്ടോ. താത്താൻ്റെ ഹസ്ബൻഡ് ഉണ്ടാകുമ്പോൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മൂപ്പര് അത്രയും ഫാനാണ് കേട്ടോ ഉമ്മാൻ്റെ ബിരിയാണിൻ്റെ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും മഴ. ഞാൻ വരുന്ന വഴിക്കാൻ തുടങ്ങിയ നല്ല കാറ്റും മഴയും ഒക്കെ കൂടിയാണ്. നല്ല കാറ്റുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ അലേർട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ കറണ്ടും ഇല്ല. അപ്പോൾ ഞാൻ വന്ന ഉടനെ പുഡിങ് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ ഇതന്നെയായിരിക്കും അവസ്ഥ. ഞങ്ങളെല്ലാവരും കൂടി വന്നാലെന്നുള്ളത് ഉമ്മാക്ക് അറിയണോണ്ടാണ് അതേ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്. സായിറാക്കും പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് അളിയാക്കൊക്കെ രാത്രിയേ വരുള്ളൂ. താത്താനോടൊക്കെ നേരത്തെ തന്നെ വരാൻ പറഞ്ഞതേനു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ടും താത്തിയും മക്കളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ആദ്യം ഇങ്ങനെ ഓരോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ ആയതുകൊണ്ട് ഒന്നും എടുത്ത് വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഴ ഒന്നിങ്ങനെ ഒതുങ്ങിയപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് വെക്കുക. കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഒരു കേക്ക് ഞാൻ ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പ്ലം കേക്കാണ്. പ്ലം കേക്കിൻ്റെ ഓർഡറിനുണ്ടായിൻ്റെ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഏതായാലും ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കി. ഇവിടെ എല്ലാവരും കൂടി കൂട്ടണല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവർക്കും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ വണ്ടിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ മഴ ഒന്നിങ്ങനെ ഒതുങ്ങിയപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ രാവിലെ ചൂടാറാനെന്നുള്ള ഗ്യാപ്പിലായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കി ആ ചൂടോട് കൂടി തന്നെ റാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ അതൊന്ന് റാപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. മക്കളൊന്നും കാണാനും പറ്റില്ല. കാരണം കണ്ടാൽ എല്ലാവർക്കും ഇപ്പം തന്നെ വേണ്ടി വരും. ഞങ്ങൾ ചോറുന്നലൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ താത്തിയും മക്കളൊക്കെ വന്നത്. ഒരു ദുബായിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ആദ്യമായിട്ട് കൂടുകയാണ് കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ അതാ ഓള് വന്നപ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അസൻ്റെ റിസൾട്ട് വരുന്ന സമയത്തൊന്നും ഒരു ഇവിടെ ഇല്ലേനു. അപ്പോൾ ഓള് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നുള്ളതൊന്നും പറയില്ല, സർപ്രൈസാന്നൊക്കെ പറഞ്ഞ് വെച്ചതേനു കേട്ടോ. ഇതാണ് കേട്ടോ അസക്കുള്ള ഓരോ ഗിഫ്റ്റ്. പിന്നെ എന്താ പറയുക, മോളിൻ്റെ വകയുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇവളത് കാണിക്കുമ്പോൾ ഓളത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ഓൾക്ക് പരാതിയായിരിക്കും. ഓള് റിസൾട്ട് വന്ന അപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് എല്ലാവരും കൂടി വർത്താനമൊക്കെ ആയിട്ടിരുന്ന് പിന്നെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങാൻ പോണത്. അപ്പോൾ ഉമ്മ ഇവിടെ ബീഫൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ചിക്കനൊക്കെ കഴുകി വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ചിക്കൻ നൂഡിൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ ഞാൻ ഇവരൊന്ന് സോപ്പിട്ട് പിടിച്ചതാണ്. അപ്പോൾ മോളി കുറച്ച് എന്താ പറയുക ചെറുകിട ഐറ്റംസുകളൊക്കെ ആയിട്ടാണ് പുളിഞ്ചി, സാലഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓൾ ഏറ്റിട്ടുള്ളത്. അപ്പോൾ
അങ്ങനെ എല്ലാവരുടെ പരിപാടികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഉമ്മാൻ്റെ പുതിയ അടുപ്പാണ് കേട്ടോ. ഉദ്ഘാടനം ഇന്ന് തന്നെയായിരുന്നു അടുപ്പിൻ്റെ. അപ്പോൾ ഉമ്മ ബിരിയാണിക്ക് വെള്ളമൊക്കെ വെച്ച് അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കുറേ കാണിച്ചല്ലേ, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിക്കണില്ല. ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഒരു ക്വിക്ക് റെസിപ്പിയാണ് കേട്ടോ. ഞാൻ 1/2 കിലോൻ്റെ പാക്കറ്റ് നൂഡിൽസിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽക്കിതാ ഒരു 1/2 കിലോ ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും, പിന്നെ വേണ്ടിയത് വിനാഗിരിയാണ്, ഒരു 1-1.5 ടീസ്പൂണോളം സുർക്കയും, പിന്നെ വേണ്ടിയത് നമുക്ക് ഇതിൽക്ക് കുറച്ച് കോൺഫ്ലോറാണ്, ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ഐറ്റംസുകളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. നല്ല ലൈറ്റായിട്ടുള്ള ഒരു മാരിനേഷനാണ് കൊടുക്കുന്നത്. മസാലകളൊന്നും അങ്ങനെ ഇടൂല. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റൊക്കെ നമുക്കിത് മാറ്റി വെക്കാം. ജസ്റ്റ് നമ്മൾ ആ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളിതൊന്ന് മിക്സാക്കി വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ആ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങും ചെയ്യാം കേട്ടോ. അത്ര ഒരു സമയം മാത്രം മാറ്റി വെച്ചാൽ മതി. ഞാനിത് മാരിനേറ്റ് ചെയ്തപ്പത്തിന് വെജിറ്റബിൾസൊക്കെ കുട്ടികൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവർക്ക് എത്ര നീളത്തിൽ കട്ട് ചെയ്യണം എന്നൊക്കെ കാണിച്ചു കൊടുത്തതായിരുന്നു. ക്യാരറ്റും ക്യാബേജും പിന്നെ ക്യാപ്സിക്കുമാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ക്യാബേജൊക്കെ കുറച്ച് അധികം കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് ബാക്കി സാലഡ് കൊടുക്കാമല്ലോ. പിന്നെ ഇതാണ് കേട്ടോ നൂഡിൽസിൻ്റെ പാക്കറ്റ്. 1/2 കിലോയുടെ പ്ലെയിൻ നൂഡിൽസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ തിളപ്പിക്കണത്. കാരണം 1/2 കിലോ നൂഡിൽസ് വേവണമെങ്കിൽ വെന്ത് വരുമ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ചെമ്പിൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ബിരിയാണിയൊക്കെ വെക്കുന്ന വലിയ പോട്ടിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിൽക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽക്ക് കുറച്ച് ഏതെങ്കിലും റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കതിൽക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ നൂഡിൽസ് ഇടുമ്പോൾ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ നൂഡിൽസും ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫ് ഫ്രൈയും പിന്നെ വെജിറ്റബിൾ സാലഡ്, തൈര് സാലഡ്, അങ്ങനെയൊക്കെയാണ് നമ്മളെ മെനു. ഡെസേർട്ടായിട്ട് പായസമാണ്. പായസം ശരിക്കും പറഞ്ഞാൽ നമ്മളെ മെനുവിൽ ഇല്ലേനു കേട്ടോ. ഉണ്ടായിരുന്നു ഉമ്മ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിരിയാണിയും പായസവും ഉണ്ടാക്കാം ഉമ്മ, പിന്നെ ബാക്കിയൊക്കെ നമ്മളെന്താ വെച്ചാൽ നമ്മളെ ഇഷ്ടം പോലെ തീരുമാനിക്കാനാണ് പറഞ്ഞത്. പക്ഷേ പായസം ഏതായാലും വേണ്ട, നമുക്ക് പുഡിങ് ആക്കാമെന്നും പറഞ്ഞ് ഞാനാണെങ്കിൽ നവാബി ഷമായി ഉണ്ടാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പുഡിങ്ങും പിന്നെ നൂഡിൽസും ഒക്കെ ഏറ്റെടുത്തുകാനാണ് ഞാൻ അങ്ങോട്ട് വന്നത്. പക്ഷേ കറണ്ട് നമ്മളെ ചതിച്ചു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറേ നേരമായിട്ടും കറണ്ട് വന്നില്ല. ഒരു 3 മണിയൊക്കെ ആയിട്ടാണ് കറണ്ട് വന്നത്. പിന്നെ പുഡിങ് ആക്കാനൊന്നും നേരമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ പായസം തന്നെ ആക്കിയതാണ്. പായസം ഏതായാലും താത്ത ഉണ്ടാക്കാമെന്നും പറഞ്ഞു. ബീഫും പായസവുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നൂഡിൽസൊക്കെ ഇതിൻ്റെ ഇടയിൽ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇത് ഡ്രെയിൻ ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇതിങ്ങനെ തമ്മിൽ നമ്മളിനിപ്പോൾ ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് ചിക്കനൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കണ്ടേ, ആ ഒരു സമയം കൊണ്ട് ഇതിരുന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ചൂടുവെള്ളം ഒരു സ്ട്രെയിനർക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പൈപ്പിൻ്റെ താഴെ എന്തെങ്കിലും പിടിച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഇതിൻ്റെ മേലൊക്കെ ഒഴിച്ച് കൊടുക്കുക. തണുത്ത വെള്ളം ഉദ്ദേശിച്ച് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. ആ ചൂടോട് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് എടുക്കുക. നമ്മൾ പാസ്ത ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ. കുക്ക് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്താൽ ഇങ്ങനെ വേറിട്ട് തന്നെ നിൽക്കും. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന നൂഡിൽസും പാസ്തയൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതേ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. ഞാൻ അതിൻ്റെ മുന്നേ വേറൊരു ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നൂഡിൽസ് ഞാനിവിടെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ നൂഡിൽസ് ഒന്നും സ്പൂണായിട്ടൊന്നും മിക്സ് ആക്കിയാലൊന്നും മിക്സ് ആവില്ല അല്ലേ. ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. ബിരിയാണിയും ഫ്രൈഡ് റൈസ് ആയിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്. പക്ഷേ ഫ്രൈഡ് റൈസ് കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആണ്. പക്ഷേ നൂഡിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോൾ അതിന് കേട്ടോ വോട്ട് കൂടുതൽ. അപ്പോൾ പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഒഴിവാക്കി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഈ സമയം കൊണ്ട് താത്ത അവിടെ പായസത്തിൻ്റെ പണി ഒരു 3/4 കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മോളെയാണെങ്കിൽ ഓള് പുളിഞ്ചി, തൈര് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഓള് ഏറ്റിട്ടുണ്ടതിന്. അതൊക്കെ ഓള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അജിരളിക്കൊന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ. നല്ല അടിപൊളി മാങ്ങയാണ്. ഇത് പാർട്ടിക്കൊന്നുമല്ല, അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂടിയതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോഴാണല്ലോ എൻ്റെ അടിയിൽ. അപ്പോൾ മോളി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ചെമ്പ് തന്നെ നമ്മളെ ബിരിയാണിയൊക്കെ
കേക്ക് ഉണ്ടാക്കണ വലിയ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത് കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് കുക്കാക്കി എടുക്കണം. നല്ല ഫ്രൈ ആക്കിയൊന്നും എടുക്കണ്ട, നല്ലോണം ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ ഇതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. ബോൺലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാവും. ഈ ഒരു പാകത്തിലാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് വെന്താൽ മതി. അപ്പം ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഈ സെയിം പാനിക്ക് തന്നെ കുറച്ചും കൂടിയും ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. പായസത്തിൻ്റെ പ്രിപ്പറേഷൻ കണ്ടോ, പുരോഗമനത്തിലാണ്. ഞാനിതിൻ്റെ റെസിപ്പി ഒന്നും എടുക്കണില്ല കേട്ടോ. കാരണം ഒരു റെസിപ്പി നമുക്കൊരു സമയം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം കൂടി ഒരേ സമയത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടേ. അല്ലെങ്കിൽ പിന്നെ ഒരു തലയും വാലും ഇല്ലാതായി പോകും എല്ലാത്തിനും. അപ്പോൾ അതാ ഞാൻ ഇനി അടുത്തായിട്ട് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. ഇതിപ്പോൾ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 കിലോ നൂഡിൽസിക്ക് 6 മുട്ട പാകത്തിന് തന്നെയാണ് കേട്ടോ. ഇനി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കുക. ചിക്കി പൊരിക്കറി നമ്മൾ നല്ലോണം ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കണ്ട, കാരണം മുട്ട വല്ലാതെ ഡ്രൈ ആയി പോകണ്ട കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം ഇതും നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. മുട്ട ഫ്രൈ ആക്കി കഴിയുമ്പോൾ പിന്നെ അതിൽ കാര്യമായിട്ട് ഓയിലൊന്നും ഉണ്ടാവില്ല, കാരണം മുട്ടയൊക്കെ കുറഞ്ഞ ഓയിലല്ലേ നമ്മൾ ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽക്കൊരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ചെയ്യുന്ന പരിപാടികളൊക്കെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുക. വെളുത്തുള്ളി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുക. 2 ചെറിയ സവാളയായിരുന്നു ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ സവാള കുറച്ച് കൂടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താത്ത ബീഫിക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയായിരുന്നു കേട്ടോ. ഞാനും ഇതേ ഒരു ഷേപ്പിൽ തന്നെയായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് എടുത്തപ്പോൾ മാറിപ്പോയി. ഞാൻ വിചാരിച്ചു കുറേ കൂടുതലുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചധികം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുമുണ്ട്. പിന്നെ ബാക്കിയുള്ളത് മോളിക്ക് ഞാൻ തൈരിലിടാനും വേണ്ടി കൊടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് താത്ത ബീഫ് ഉണ്ടാക്കാൻ നേരത്ത് സവാള തിരഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ആ സവാള എടുത്ത് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയ കാര്യം. ഓള് ബീഫ് ജസ്റ്റ് വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അത് പിന്നെ കുറച്ച് ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ എടുത്തിട്ടാണ് ബാക്കി പ്രിപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാ ഉള്ളിയൊക്കെ പാകത്തിന് ഒന്ന് അതിൻ്റെ എന്താ പറയുക വഴന്ന് വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നൊരു ഗ്ലേസിങ് ആയി വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 2 വലിയ ക്യാപ്സിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ചിക്കനും മുട്ട ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവും ഒക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മളെ ചോയ്സാണ്. പിന്നെ ഇതിലേക്ക് ക്യാബേജ് വേണം. ക്യാബേജും നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റും. അപ്പോൾ ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക. ബീൻസ് വേണമെങ്കിൽ ബീൻസ് ചേർത്ത് കൊടുക്കുക. നമുക്കിതിൽ ബീൻസ് ചേർക്കണില്ല കേട്ടോ, കാരണം ബീൻസ് ചേർക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യേണ്ടി വരും. ക്യാരറ്റും ക്യാബേജും പിന്നെ ക്യാപ്സിക്കും ഒക്കെ പെട്ടെന്ന് തന്നെ കുക്കാവില്ലേ. അപ്പോൾ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒപ്പം ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇളക്കണത്. മൊത്തത്തിൽ നമ്മളെ പതാകൻ്റെ പോലെ ആയില്ലേ. പൊതുവേ വെജിറ്റബിൾസ് കഴിക്കാൻ എനിക്കും മക്കൾക്കൊക്കെ മടിയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെന്തായാലും കഴിക്കും എല്ലാവരും. ഇതാർക്കും അങ്ങനെ ഇതിൽ നിന്നൊന്നും പെറുക്കലില്ല. കറിയിലൊക്കെ ആണെന്നുവെച്ചെങ്കിൽ കിട്ടുന്നിടത്തോളം പെറുക്കി വെക്കും, എന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയും ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ആ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ വേണ്ടിയത്. അല്ലാതെ വേറെ നമുക്ക് ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ അധികം ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു ജസ്റ്റ് ആ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കുക, വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഹോട്ട് സോസ് ഇല്ലേ, റെഡ് കളറിലുള്ള ചില്ലി സോസ്, അതുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ച് കൊടുത്താലും മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് അധികം എരിവൊന്നും ഉള്ളൊരു ഐറ്റം അല്ലല്ലോ നൂഡിൽസ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു പുളിയൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ഫ്ലേവറാണ് സുർക്ക ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ വേണ്ടിയത് ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ. മധുരമൊന്നും ഉണ്ടാവില്ല, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ലൊന്ന് ബാലൻസ് ആവേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം സോയ
സോയ സോസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടതാണ് കേട്ടോ. സോറി, അത് ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ കാണുന്നില്ല ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നൂഡിൽസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും. പിന്നെ നൂഡിൽസ് ഇട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും അതാണ്ട് മിക്സ് ആയി കിട്ടൂല. ഈ ഫോർക്കിൻ്റെ പോലത്തെ ഒരു സ്പാച്ചുലില്ലേ, ഫോർക്കിൻ്റെ പോലെയുള്ള കുറച്ച് വലിയൊരു സ്പാച്ചുല ഉണ്ടല്ലോ, അങ്ങനത്തെ ആണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും കേട്ടോ ഇത് മിക്സ് ആക്കി എടുക്കാൻ. ഞാനിപ്പോൾ 2 സ്പാച്ചുലകളൊക്കെ എടുത്തിട്ട് കുറച്ചൊരു അഭ്യാസ പ്രകടനത്തിലൂടെയാണ് കേട്ടോ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുമ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സായി കിട്ടാൻ കുറച്ചൊരു പണി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിപൊളി ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഉമ്മ ഇങ്ങനെ തിരക്കൂട്ടുകയാണ് കേട്ടോ. ഉമ്മക്ക് മരുവിൻ്റെ മുന്നായിട്ട് തന്നെ എല്ലാം റെഡിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പായസം അവസാന ഘട്ടത്തിലാണ്. അറിയാലോ, ഈ സേമിയ പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, പെട്ടെന്ന് റെഡിയാകുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ആ ഒരു നൂഡിൽസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് പായസം ഉണ്ടാക്കൽ തുടങ്ങിയതാണ്. ഇപ്പോഴും പായസം റെഡിയാകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ നൂഡിൽസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയും ഈസിയാണ്, അത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നെയ്യിലൊക്കെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി വെച്ചാൽ നമ്മളെ പായസം റെഡിയായി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ചായ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാരും കണ്ടിട്ടില്ല, ഞാൻ ഉണ്ടാക്കുന്നത് ഓരൊക്കെ കണ്ടേക്കണ്, എൻ്റെ മക്കൾക്കറിയാം. പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ഒരു ശ്രദ്ധയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി പുറത്ത് ഭയങ്കര കളിയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ കട്ട് ചെയ്തിട്ട് വേഗം അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി ഇങ്ങോട്ട് വിളിച്ചിരുത്തി പിന്നെ അത് ചായ കൊടുത്ത് പാത്രം വരുത്തി ഇതൊക്കെ കൂടി ഒന്ന് ക്ലീൻ ആക്കലൊക്കെ വലിയ പണിയായിരിക്കും. അപ്പോൾ ഒരു കളിക്കുന്നോർത്തേക്കാണ് കൊണ്ടുപോയി കൊടുത്ത് ആർക്കും ചായ ഒന്നും വേണ്ടിയില്ല, എന്താ കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. ഉമ്മാൻ്റെ ബിരിയാണി പണിയൊക്കെ കഴിഞ്ഞ് മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഗസ്റ്റൊക്കെ വന്നത്. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം പിന്നെ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ലേനു കേട്ടോ. കാരണം ഫുള്ള് തിരക്കല്ലേ, നമുക്ക് ഓരോ സ്വീകരിക്കലും വർത്തമാനം പറയലും പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഫുഡൊക്കെ എടുത്ത് വേഗം ഫുഡൊക്കെ കഴിക്കാനുള്ള എല്ലാം സെറ്റപ്പാക്കലും ഒക്കെ കൂടിയായിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, നമ്മളെ വീട്ടിലുള്ളവർ തന്നെയാണ് മെയിനായിട്ടുള്ളൂ. പിന്നെ അമ്മായിയും കുട്ടികളും ഓരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സൽക്കാരം നമ്മൾ ആ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിൻ്റെയും ഒക്കെ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ആ ഷോപ്പിംഗ് വീഡിയോസും പിന്നെ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ, പെരുന്നാൾ വീഡിയോ ഇതൊക്കെ കൂടി ആയിട്ട് ഞാനിങ്ങനെ ഒക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ ആ സമയത്ത് തന്നെ ഒക്കെ ഇടണമല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെയൊക്കെ പിന്നാലെ പോയി ഈ ഒരു സൽക്കാരത്തിൻ്റെ വ്ളോഗ് ഞാനിങ്ങനെ തൽക്കാലം ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. സൽക്കാരം ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ പായസവും എല്ലാം നമ്മളൊപ്പം തന്നെ സെർവ് ചെയ്യാണ്. ചെറിയ ഗ്ലാസ്സിലും വലിയ ഗ്ലാസ്സിലും ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ ചിലപ്പോൾ പായസം ആകുമ്പോൾ അങ്ങനെ കുടിച്ചോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്ത് ടേബിളിട്ടിട്ട് അവിടെ നിന്നിട്ടോ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ നൂഡിൽസ് മാത്രം മതിയെന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ അവർക്ക് അതന്നെ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേന് എല്ലാവരും പോയിട്ടോ. പിന്നെ ഞാനും അനിയത്തി ഇന്ന് പോകണില്ല, ഞങ്ങൾ അടുത്ത ദിവസമേ പോവുള്ളൂ, താത്തൻ തന്നെ പോകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഇടയിലൊരു കാര്യം വിട്ടുപോയി, മോളിൻ്റെ ഗിഫ്റ്റ് കാണണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ മോളി ഓൾക്ക് കൊടുത്ത ഗിഫ്റ്റ്. ഓളെന്നെ സെലക്ട് ചെയ്തതായിരുന്നു റിസൾട്ട് വന്ന ഉടനെ തന്നെ. അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോയിൽ ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സും ഓൾക്കോളെ മൂത്താപ്പോൾ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി വൈൻഡപ്പ് ആക്കാം. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.